ഹായ് ഗൈസ്. സോ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. സോ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെന്ന് നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞതിലേക്ക് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി ടിപ്സ് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് പറഞ്ഞാൽ ഞാൻ +1 ആണ്. ആൻഡ് എനിവേ എന്തുമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം കുറച്ച് ടിപ്സ്, ഒരു 5 ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അതേപോലെ നമ്മുടെ ഈ 2 അക്കൗണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. ഇതുപോലെ നല്ല ടിപ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിവേ എന്തുമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ലേണിംഗ് ക്ലാസ്. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായിട്ടില്ല എങ്കിൽ നേരെ ഓപ്പൺ ചെയ്തോ യൂട്യൂബ്. ഇഷ്ടമുള്ള ക്ലാസ്, നിങ്ങൾ ഇഷ്ടമുള്ള ക്ലാസ്, ഇഷ്ടമുള്ള പാർട്ട്, ഇഷ്ടമുള്ള സബ്ജക്റ്റിലെ ഏത് പാർട്ടാണോ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് തോന്നുന്നത് കാണാം. അത് പിന്നേക്ക് വെക്കരുത്. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. സ്കൂളിൽ എവിടെയോ എത്തും. എന്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു മോട്ടിവേഷൻ വീഡിയോയിൽ, ഞാൻ പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ എനിക്ക് വേണ്ടിയിരുന്നത് നേരെ കുറച്ച് മുകളിലേക്ക്, അതായത് സ്കൂളിലെ സബ്ജക്ട്, സ്കൂളിലെ ക്ലാസ്സുകൾ തീർക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ സിലബസ് തീർക്കണം എന്നായിരുന്നു ആ ഒരു തോട്ടിലുള്ള ആളാണ്. അതേപോലെയുള്ള ആരെങ്കിലും ഒരു തോട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷയം നമ്മുടെ കമന്റ് ബോക്സിൽ കേട്ടോ. അതേപോലെ നിങ്ങൾ ഒന്നാമത് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, കൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കണം. പിന്നീട് രണ്ടാമത്തത്, എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു ഭയം, വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ സയൻസ് എല്ലാത്തിലും 1 മാർക്ക് 1 മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരു പേടിയായിട്ട് 1 മാർക്ക് വരാറുണ്ടായിരുന്നു. എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു 1 മാർക്കിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ കിട്ടണമെന്നുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടാൻ സാധ്യത മാക്സിമം കുറവാണ്. എനിവേ എന്തുവാട്ടെ, കിട്ടി എന്ന് ഞാൻ പറയാം, കിട്ടി. അത് 1 മാർക്കിലെല്ലാം നമ്മൾ സ്കോർ ചെയ്തു. പിന്നീട് വന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറഞ്ഞാണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിൽ ഒരു ലിമിറ്റഡ് ചോദ്യം ഒന്നും എനിക്ക് പോരായിരുന്നു. എനിക്കൊരു മാത്തമാറ്റിക്സിൽ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ആയിട്ട് നല്ല രീതിയിൽ മാർക്ക് അതിൽ സ്കോർ ചെയ്യണമെങ്കിൽ ലിമിറ്റഡ് ചോദ്യങ്ങളൊന്നും പോരാ, അൺലിമിറ്റഡ് ചോദ്യങ്ങൾ വേണം. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ചോദ്യങ്ങൾ വേണം. സോ നിങ്ങൾക്ക് 1 മാർക്ക് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വേണോ, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ വൈറ്റി ബാച്ച്, നിങ്ങൾ ഏത് ക്ലാസ് ആണോ അതിന്റെ വൈറ്റി ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്തു. ഡെയിലി നമ്മൾ കഴിയുന്നിടത്തോളം അതിലേക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സെറ്റാണല്ലോ. ആൻഡ് മൂന്നാമത്തെ കേസിലേക്ക്, 3 കഴിഞ്ഞു 4ാമത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ ഒരു ക്ലാസ്, നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ്, വൃത്തി, പഠിക്കുന്ന സ്ഥലം നല്ലൊരു വൃത്തി, എല്ലാവരും പറയുന്ന പോലെ പഠിക്കുന്ന സ്ഥലം നല്ലൊരു വൃത്തിയായിരിക്കണം എന്ന് ഞാൻ വീണ്ടും പറയാണ്. അതോടൊപ്പം അതിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി ടേബിളിൽ ഏതെങ്കിലും കോർണറിലോ അല്ലെങ്കിൽ ഒരു A4 പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ ബോക്സിലോ ഒരു മിനിമം ഒരു എത്ര, അത് നിങ്ങൾ ഇഷ്ടം പോലെ ഒരു ന്യൂസ് പ്രിന്റ്, ഏറ്റവും മിനിമം കുറഞ്ഞ വിലയുടെ ഒരു ന്യൂസ് പ്രിന്റ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് അതേപോലെ ആ ന്യൂസ് പ്രിന്റ് നേരെ 2ആയി മടക്കിയിട്ട് അതിലൊരു കാര്യങ്ങൾ അങ്ങനെ എഴുതി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓക്കെ ആയിരിക്കും. ആൻഡ് സോഷ്യൽ സയൻസ് ഒക്കെ പലരും പറയും സോഷ്യൽ സയൻസ് ടഫാണ്, സോഷ്യൽ സയൻസ് ടഫാണ്. പക്ഷെ ഞാൻ പറയാണ്, എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിന്റെ വെരി സിംപ്ലസ്റ്റ് സബ്ജക്ട് ഫോർ എവർ ഞാൻ പറയും സോഷ്യൽ സയൻസ്. എന്താ വെച്ചാൽ എനിക്ക് സോഷ്യൽ സയൻസ് ഞാൻ പറയുകയാണെങ്കിൽ 8നെ വളരെ ഇഷ്ടമാണ്. 8, 9, 10 സോഷ്യൽ സയൻസ് എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്ട് ആയിരുന്നു സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ 21 ചാപ്റ്ററോളം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചു, നല്ല അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചു. സോഷ്യൽ സയൻസിൽ ഞാൻ A+ ഞാനിപ്പോ +1 +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. എനിക്ക് ആ ഒരു IT മേഖലയിലേക്ക് പോകേണ്ടത് കൊണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പറഞ്ഞ മേഖലയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ സയൻസ് പറയുന്നത് നമ്മൾ പഠിച്ച ഒരു ടീച്ചേഴ്സോ അങ്ങനെയൊക്കെ ആവുമായിരുന്നു. ഓക്കെ, എനിവേ എന്തുവാട്ടെ. ആൻഡ് പിന്നീട് പലരും എനിക്ക് IT എന്ന് പറഞ്ഞ സബ്ജക്ട്, നിങ്ങൾക്ക് എന്താണ് IT എന്ന് പറഞ്ഞ സബ്ജക്ട്, സിമ്പിൾ ഓർ ഡിഫിക്കൽട്ട്? ഞാൻ പെർമനന്റ്ലി റെക്കോർഡ് ചെയ്യാം, അല്ലെ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ IT ഈസ് എ വെരി സിമ്പിൾ സബ്ജക്ട് ആൻഡ് ദ സ്കോർ A+ ഫോർ എവരിതിങ്. എല്ലായ്പ്പോഴും നമുക്ക് IT എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ A+ നിർബന്ധമായിട്ട് ലഭിക്കും. പക്ഷെ അവിടെയും വില്ലനായി വന്നത് 1 മാർക്ക് ചോദ്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്ക് മൊത്തം നമ്മൾ വായിക്കും, അതിന്റെ ഗൈഡുകളും കാര്യങ്ങളും ഒക്കെ വായിക്കും, പക്ഷെ കിട്ടില്ല. 1 മാർക്ക് ചോദ്യങ്ങൾ ഡൗട്ടാണ്. അതേപോലെയാണ് ഒരു ചോദ്യങ്ങൾ തരിക. നമുക്കറിയാം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു അനദർ ആയിട്ട് ഒരു യൂസർ SLC എക്സാമിനേഷന്റെ SLC IT എക്സാമിനേഷൻ 2025, 26 വർഷമായി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം, പബ്ലിക് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാവും. നേരത്തെ ഓർക്കുക, പറയുന്ന പോലെ ചെയ്യാം. 1 മണിക്കൂറാണ് സമയം, 1 മണിക്കൂറിന്റെ സമയത്തിനുള്ളിൽ എല്ലാം ചെയ്യണം. അതായത് ഉദാഹരണം പറഞ്ഞിട്ട് എന്റെ ഒരു അറിവിലുള്ളത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 1 മാർക്ക് ചോദ്യങ്ങളും ആൻഡ് ഒരു 5 2 ആൻസർ പറയുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആൻഡ് അത് കഴിഞ്ഞാൽ തിയറി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നേരെ പ്രാക്ടിക്കൽ ഭാഗത്ത് 4 ഗ്രൂപ്പിൽ, ഒരു ഗ്രൂപ്പ് 2 സെറ്റ് വീതം 4 ഗ്രൂപ്പാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ അതിൽ നമ്മൾ ചെയ്യേണ്ട 4 ചോദ്യം ചെയ്യാനുണ്ടാവും.
ഒരു ഗ്രൂപ്പ് രണ്ടെണ്ണമാണ്. അതിൽ ഒന്നെങ്കിലും ഒരു പക്ഷേ ഇൻഡസ്കേപ്പ് ഞാൻ പഠിച്ചപ്പോൾ ഇൻഡസ്കേപ്പും പിന്നെ രണ്ടാമത്തേത് ഏതായിരുന്നു ഒരു പക്ഷേ HTML അല്ലെങ്കിൽ പൈത്തണോ എന്തോ ആകാം, ഡാറ്റാബേസോ ഏതുമാവും. അത് അങ്ങനെയായിരിക്കാം നമുക്ക് അവിടെ ചോദ്യങ്ങൾ വരാൻ സാധ്യത. അപ്പോൾ IT-ലൊക്കെ സിമ്പിൾ ആണ്. പക്ഷേ ഡോണ്ട് വറി, പേടിയുള്ളവർ കമന്റ് ബോക്സ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് IT-ലെ എല്ലാ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാം ഒരു ലൈവ് ക്ലാസ് നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന കാണുന്ന അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ഫോർ Instagram ആൻഡ് യൂട്യൂബ് നമ്മുടെ ലേണിംഗ് അക്കാഡമി സെർച്ച് ചെയ്യുന്നതിൽ നമുക്ക് നമ്മുടെ ലോഗോ ഫസ്റ്റ് വരും. അതൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അതേപോലെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ എന്തെല്ലാം വെച്ചാൽ ഒന്നാമത് കൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സുകൾ നിങ്ങൾ ലഭിക്കാൻ ശ്രമിക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ചെയ്യാം, മാത്സിന്റെ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ചെയ്യാം. അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതേപോലെ പിന്നെ പ്രധാനമായിട്ട് നമ്മൾ സോഷ്യൽ സയൻസ് ഒക്കെ ആണ് നിരന്തരം വായിച്ചുകൊണ്ട് പഠിക്കുക. വായിച്ച് പഠിച്ചാൽ നമുക്ക് സോഷ്യൽ സയൻസ് ഒക്കെ കിട്ടും. സോഷ്യൽ സയൻസ് എഴുതി പഠിക്കണം, ബട്ട് വായിച്ച് പഠിക്കാൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയും. ആൻഡ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിൽ എഴുതുക. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവും. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ സബ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ YT ബാച്ച്, ഉദാഹരണം SSLC 2026 YT ബാച്ച് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ ഓരോ നോട്ടുകളും അതിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിരന്തരമായിട്ട് ജോയിൻ ചെയ്യാം. അതേപോലെ നമ്മുടെ ലേണിംഗ് അക്കാഡമി .app എന്ന് പറഞ്ഞ Instagram പേജിൽ തുറന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ചാനലിൽ ട്രൈറ്റ് ചെയ്യാം. ചാനലിൽ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്തൊരു പക്കാ ക്ലിയർ ചാനലാക്കി നമുക്ക് മാറ്റണം. നിങ്ങൾ എല്ലാവരും സന്തോഷപൂർവ്വം നമ്മളെ എന്റെ ഈ ഒരു ആഗ്രഹത്തെ നിങ്ങൾ നിറവേറ്റുക. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങൾ കഴിയുന്നത് പോലെ നിങ്ങൾ പഠിക്കാനൊക്കെ ശ്രമിക്കുക. എല്ലാ ദിവസവും പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പഠിക്കും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. ആൻഡ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുന്നതിനോടൊപ്പം സൈഡിൽ സമയം ഉണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് എത്തിപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം. അതേപോലെ ഞാനിപ്പോൾ എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഠിക്കും, അതോടൊപ്പം 1 മണിക്കൂർ പൈത്തൺ പ്രോഗ്രാം. സോ പൈത്തൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിലേക്ക് ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു, പിന്നെ പഠിക്കണം, പിന്നീട് C++ പഠിക്കും, പിന്നെ C പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ഓറിയന്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഈ ഒരു ലേണിംഗ് അക്കാഡമി .app എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എന്നെ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ എന്നെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ലേണിംഗ് അക്കാഡമിന്റെ 3 ഫോളോയിങ് ദിസ് മുബിഷിർ എന്ന് പറഞ്ഞോളൂ. അതിൽ 2 അക്കൗണ്ട് ഏതെങ്കിലും ഒന്നെങ്കിൽ ദ റിയൽ മുബിഷിറോ അല്ലെങ്കിൽ ദിസ് മുബിഷിറോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും അക്കൗണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും നമ്മൾ ഈ ഒരു പുതിയൊരു ലോകത്തേക്ക്, നമ്മുടെ പുതിയൊരു ലേണിംഗ് ജേർണിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സോ നമ്മുടെ ഒരുപാട് പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് വൃത്തിയിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാൻ ശ്രമിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ. നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ ദിവസവും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക ആൻഡ് പഠിക്കുക. SSLC എന്ന് പറഞ്ഞാൽ അല്ല, SSLC ഏത് ക്ലാസ് ആണെങ്കിലും ചെയ്യിക്കാൻ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.